So next we have to study about soil and crops. What is the relation between soil and crops? Do you know? Soil and crops? We know that all crops grow on the soil only. If there is no soil, there will be no crops, no plants will be there, isn't it? Okay, if there is no crops, means we will not have any food. Are you aware about that? If there is no crops or plants, we will not have any food because we will not get any food from any other parts. If means any other factors. If you think that we can eat meat and fish, means if there is no plants, there will be no herbivorous, and if there is no herbivorous, carnivores also will not be there, isn't it? അപ്പോൾ നമ്മൾക്ക് പ്ലാന്റ് എന്ന് പറയുന്നത് സോയിൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. സോയിൽ ഇല്ല എങ്കിൽ എന്ത് സംഭവിക്കും? ഒരു പ്ലാന്റ് ഉണ്ടാവില്ല. പ്ലാന്റ് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഫുഡ് കിട്ടത്തില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒന്നും തിന്നില്ലേ നമുക്ക് അനിമൽസിനെ തിന്ന് ജീവിക്കാമെന്ന്. പക്ഷെ അനിമൽസും ഉണ്ടാവില്ല, ഹെർബിവോറസും ഉണ്ടാവില്ല. ഹെർബിവോറസ് ഇല്ലെങ്കിൽ കാർണിവോറസും ഉണ്ടാവത്തില്ല. Different types of soils are found in different places. The main factors that affect the type of soil found at a place are kind of parent rock, plant cover, and climate. Climate here, climate means temperature, rainfall, humidity, sunshine, and wind. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തെ റോക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സോയിൽ എന്ന് പറയുന്നത് അവിടുത്തെ ടൈപ്പ് ഓഫ് സോയിൽ ഫൗണ്ട് അറ്റ് ദാറ്റ് പ്ലേസ് ആർ കൈൻഡ് ഓഫ് പേരന്റ് റോക്ക് ഉണ്ടാകും. നെക്സ്റ്റ് പ്ലാന്റ് കവർ ആൻഡ് ക്ലൈമറ്റ്. പ്ലാന്റ് കവറും ക്ലൈമറ്റും. ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ മഴ എങ്ങനെയുണ്ട്, അല്ല റെയിൻഫോൾ എങ്ങനെയുണ്ട്, വിൻഡ് എങ്ങനെയുണ്ട്, അതിനൊക്കെ ആശ്രയിച്ചിരിക്കും. ടെമ്പറേച്ചർ, ഇപ്പം ഹൈ ടെമ്പറേച്ചർ ആണ് ഡ്രൈ സോയിൽ ആയിരിക്കും അല്ലേ. ഇനി മഴ പെയ്യുന്ന സ്ഥലമാണെങ്കിൽ വെറ്റ് സോയിൽ ആയിരിക്കും. അപ്പൊ വിൻഡ് ആണെങ്കിലും ഡ്രൈ ആയിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് എല്ലാം അവിടുത്തെ മണ്ണിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. The type of soil and the climatic factors of a place determine the plants that can grow well there and hence the kinds of crops that can be best grown in the region. Okay, ഇനി നമുക്ക് എന്ന് പറഞ്ഞാല് ഒരു സ്ഥലത്തെ ക്ലൈമറ്റ്, ആ ക്ലൈമറ്റ് is a good factor, very good factor of the plants that grow there because the climate of that place will affect the soil of that area. ഒരു സ്ഥലത്തെ ക്ലൈമറ്റ് ആ സ്ഥലത്തെ മണ്ണിനെ നന്നായിട്ട് ബാധിക്കും. നല്ല മഴ പെയ്യുന്ന ഒരു സ്ഥലമാണെന്നൊരിയിൽ നമുക്കറിയാം, കുന്നും പ്രദേശമൊക്കെ ആണെന്നൊരിയിൽ ഒലിച്ചു പോകും. അലുവിലിറ്റി, അതായത് നമ്മൾ പറഞ്ഞ ലോമിങ് എല്ലാം മേൽമണ്ണിലാണല്ലോ വളക്കൂറുള്ളത്. ആ മേൽമണ്ണെല്ലാം മഴയെ തൊലിച്ചു പോകും. അപ്പൊ ആ മേൽമണ്ണിൽ പിന്നെ വളക്കൂറുണ്ടാവില്ല. അപ്പൊ അവിടെ പ്ലാന്റ്സിന്റെ ഗ്രോത്ത് എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. കുറവെന്ന് പറഞ്ഞാൽ നല്ല ഫലഭൂയിഷ്ടമായിട്ടുള്ള പ്ലാന്റ്സ് ഒന്നും അവിടെ വളരില്ല എന്നർത്ഥം. അതേസമയം ഇങ്ങനെ കുന്നൊലിച്ചു പോകുന്ന കുന്നൊക്കെ നമ്മൾ ബൺസ് ഒക്കെ കെട്ടി ലെവൽ ചെയ്തിട്ട് സോയിൽ ഇറോഷനൊക്കെ നമ്മൾ തടഞ്ഞിട്ടുണ്ടെന്നൊരിയിൽ ഒരുവിധം നല്ലത്. പിന്നെ പ്ലെയിൻ സ്ഥലം, പിന്നെ അവിടുത്തെ എന്താ പറയുന്നത് സോയിൽ, ഇഫ് ദാറ്റ് സോയിൽ ഇസ് ക്ലേ, ആ ക്ലേ സോയിൽ ആണെങ്കിൽ ക്ലേ സോയിലിൽ വളരുന്ന സൈസ് പ്ലാന്റുകൾ അവിടെ ഉണ്ടാവുള്ളൂ. പിന്നെ അലുവിൽ സോയിൽ ഉള്ള സ്ഥലത്താണെങ്കിൽ അവിടെ വളരുന്ന പ്ലാന്റ്സുകളാണ് കൂടുതൽ. അവിടെ കൂടുതൽ അലുവിൽ സോയിൽ എന്ന് പറയുമ്പോൾ നല്ല ഏറ്റവും വളക്കൂറുള്ള എക്കൽ മണ്ണ് അല്ലേ, അവിടെ ഏറ്റവും നല്ലതായിട്ട് പ്ലാന്റ്സ് ഒക്കെ വളരും. ഓക്കെ, the type of soil and climate factors of a place determine the plants. അവിടുത്തെ സോയിൽ, types of soil and climate will depend upon the it will cause for the plants that grow there. അപ്പം ഒരു സ്ഥലത്തെ പ്ലാന്റ്സ് എങ്ങനെ വളരുന്ന തീരുമാനിക്കുന്നത് ആരൊക്കെയാണ്? the soil of that area and ക്ലൈമറ്റ്. ആ സ്ഥലത്തെ കാലാവസ്ഥ എങ്ങനെയുണ്ട്, കാലാവസ്ഥയും പിന്നെ അവിടുത്തെ മണ്ണുമാണ് ആ പ്രദേശത്ത് ഏത് തരത്തിലുള്ള പ്ലാന്റ്സ് വളരണമെന്ന് തീരുമാനിക്കുന്നത്. ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയാം. നമുക്കറിയാം നമ്മുടെയൊക്കെ വീട്ടിൽ കോളിഫ്ലവർ നടാറുണ്ട് അല്ലേ? നടാറുണ്ടോ? കാബേജോ കോളിഫ്ലവർ അങ്ങനെയുള്ള വെജിറ്റബിൾസ് ഒക്കെ. ഓക്കെ, യൂഷ്വലി ദീസ് ക്രോപ്സ് വിൽ ഗ്രോ ഡ്യൂറിങ് ദ വിന്റർ സീസൺ വെൽ. വിന്റർ സീസണിലാണ് ഏറ്റവും നന്നായിട്ട് കായ്ക്കുന്നത്. നമ്മൾ അത് നട്ട് വളർത്തി വിന്റർ സീസൺ ആകുമ്പോഴത്തേനും അതിൻ്റെ പിന്നെ എന്താ പറയണ്ടേ, കാബേജ് ആണെങ്കിൽ ആ ഇലയെല്ലാം കൂടെ ചുരുണ്ടുകൂടി ഇങ്ങനെ ഉരുണ്ട ഷേപ്പിലേക്ക് വരണം. അല്ല എങ്കിൽ നമ്മൾ കോളിഫ്ലവർ ആണ്, ആ ഫ്ലവർ ഒക്കെ വരുന്നത് ഈ വിന്റർ സീസണിലാണ് നന്നായിട്ട് കഴിക്കും. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ്, അപ്പൊ ആ ക്ലൈമറ്റ് അതിനെ എഫക്ട് ചെയ്യുന്നു. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നമ്മളൊരു ജാനുവരിയിൽ ഒരു കുറെ കോളിഫ്ലവർ നടുകയെന്ന് വിചാരിച്ചു. കോളിഫ്ലവർ നട്ട്, നമ്മുടെ കേരളത്തിലെ കാര്യമാണ് പറയുന്നത് കേട്ടോ, തണുപ്പുള്ള സ്ഥലത്തെ കാര്യമല്ല, നമ്മുടെ കേരളത്തിലെ. ജനുവരി നട്ട് ഫെബ്രുവരി മാർച്ച് ഒക്കെ ആകുമ്പോഴത്തേനും അതിന്റെ ഇതാകും.
പക്ഷെ അതിന്റെ ഇതെങ്ങനെ ഉണ്ടായിരിക്കും ക്രോപ്പ്? ആ കോളിഫ്ലവർ എത്രത്തോളം വലുതാകും? ചെറിയതായിരിക്കും. ബിക്കോസ് അതിനാവശ്യം എന്താണ്? കോൾഡ് ക്ലൈമറ്റ്. ബട്ട് ഇൻ മന്ത് ഓഫ് മാർച്ച് ഇൻ കേരള ഇറ്റ് ഈസ് ടു ഹോട്ട്, isn't it? So it will affect the crop. Like the same way, when during the rainy season, if you plant a tomato plant, it will not give much fruits. But ജസ്റ്റ് ആ റെയിനി സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കായ് അല്ലെങ്കിൽ പൂവൊക്കെ ആയി വരുന്ന സമയത്തുള്ള ക്ലൈമറ്റ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ചില സ്ഥലങ്ങളിലൊക്കെയാണ് നല്ല മഴ ഉള്ള സമയത്ത് നമ്മൾ ടൊമാറ്റോ പോലുള്ള എന്താ വെച്ചാൽ അതിന്റെ ഫ്ലവേഴ്സിൽ എല്ലാം വെള്ളം വീണ് അത് പോളിനേഷൻ നടക്കാതെ പോരും. അപ്പൊ നന്നായിട്ട് ഫലം ഉണ്ടാവത്തില്ല, കായ് ഉണ്ടാവില്ല. നിങ്ങളുടെയൊക്കെ വീട്ടിൽ പയറും പാവലും ഒക്കെ നടാറുണ്ടെന്ന് തോന്നുന്നു അല്ലേ, വെജിറ്റബിൾസ്? ഓക്കെ. നമ്മൾ സാധാരണ ഈ മഴക്കാലത്ത് നമുക്ക് കായ്ച്ചർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇത് നമ്മൾ നടാറില്ല. കാരണം അതിന് മുന്നേ നമ്മുടെ കായ് തീർന്നിരിക്കണം, മഴക്കാലത്തിന് മുന്നേ. അതായത് ഏപ്രിൽ മെയ് മാസത്തിലൊക്കെ നല്ലപോലെ കായ്ച്ചോളും, വെള്ളം ഒഴിച്ചു കൊടുത്താൽ നല്ലപോലെ കഴിക്കും. പക്ഷേ മെയ് കഴിഞ്ഞ് ജൂണിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പയറിലൊക്കെ പയർ വളരെ കുറച്ച് മാത്രമേ കഴിക്കുള്ളൂ. അത് കായ്ച്ചാൽ തന്നെ മുഴുവൻ പുഴു തിന്നും അങ്ങനെയൊക്കെ ആയിട്ട് പോകും. കാരണം ആ ക്ലൈമറ്റ് അതിന് നല്ലതായിട്ട് ചേരുന്നില്ല, അതുകൊണ്ടാണ്. പക്ഷെ കായ്ക്കില്ല എന്ന് ഞാൻ പറയില്ല, ബട്ട് വിൽ ബി വെരി ലെസ്, വളരെ കുറവായിരിക്കും. ഇനി ഇത് കഴിഞ്ഞ് നമ്മളൊരു ജൂലൈ ഓഗസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പയർ നട്ട് കഴിഞ്ഞാൽ സെപ്റ്റംബർ ഒക്ടോബറിലൊക്കെ നമുക്ക് വിളവെടുക്കാൻ പറ്റും. വി വിൽ ഗെറ്റ് പ്ലെന്റി ഓഫ്. ബട്ട് സം ക്രോപ്സ് വിൽ ഗ്രോ ഡ്യൂറിങ് ദ റെയിനി സീസൺ ഓൺലി. എല്ലാം ഒരുപോലെയല്ല. അപ്പം ആ ഒരു പ്രദേശത്തെ സോയിൽ ആൻഡ് ടൈപ്പ് ഓഫ് സോയിൽ ആൻഡ് ദ climate condition will determine what type of plant you should grow there. We know that in desert cactus will be there. If we plant that cactus in Kerala, it will not grow properly. Means നമുക്കറിയാം നമ്മുടെ ഇവിടെ നല്ലപോലെ മഴക്കാലത്ത് നല്ല വെള്ളം ഒത്തിരി ഉണ്ട്. പക്ഷെ കാക്ടസിന് ഒരുപാട് വെള്ളം വേണോ? വേണ്ട. എന്ത് സംഭവിക്കും? അതിന് ഒരുപാട് വെള്ളം ആവശ്യമില്ല. വേനൽക്കാലത്തൊന്നും എന്നും വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ ചിലപ്പോൾ അത് കേടായി പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ in desert it will grow well because it needs that type of climate and that type of soil. And some plants from here, if you replant to desert, will it grow? Even though if you are pouring water every day, will it grow properly? No. അതിന് ഇവിടുത്തെ ഒരു മണ്ണാണ് അതിന്റെ ആവശ്യം. ആ മണ്ണിൽ അതുപോലെ നമുക്കറിയാം. Why don't we cultivate apple and all? We all like to eat apple, isn't it? That is the reason. Okay, we all like to have apple. When we see the pictures in Jammu Kashmir and Himachal Pradesh and all, apple trees having full of apples, how wonderful, isn't it? We all like to have such sceneries and all. But why don't we plant that in our area? Because it will not grow properly here, because that climate is not suitable for that. ഹിയർ നമുക്ക് വിന്റർ സീസൺ എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ദെൻ സമ്മർ സീസൺ ആണ് കൂടുതൽ. സമ്മർ സീസണിൽ ആപ്പിൾ പ്ലാന്റിന് നന്നായിട്ട് വളരാൻ പറ്റത്തില്ല. ഇനി ഗ്രേപ്സ്, വേറൊന്ന് ഗ്രേപ്സ് നമ്മളിവിടെ കൊണ്ടുവന്ന് കായ്ക്കും, ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഒരുപാട് കായ്ക്കല്ല. നമ്മൾ തമിഴ്നാട്ടിലൊക്കെ അവിടെ അതിന് പറ്റിയൊരു ക്ലൈമറ്റ് ഉണ്ട്. ഓറഞ്ച് അങ്ങനെയുള്ളതൊക്കെ കായ്ക്കില്ല എന്നല്ല, ബട്ട് കായ്ക്കും. പക്ഷെ അത് നന്നായിട്ട് ആവില്ല എന്ന് മാത്രം, അവിടുത്തെ പോലെ ആവില്ല എന്ന് മാത്രം. ഇപ്പൊ ആപ്പിളിന്റെ കാര്യം പറഞ്ഞ പോലെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു ആപ്പിളിന്റെ ഹിമാചൽ പ്രദേശിലൊക്കെ ആപ്പിൾ എന്തുമാത്രം മരത്തിലൊക്കെ ഇങ്ങനെ ഇഷ്ടം പോലെ നിറഞ്ഞു കഴിക്കുന്നത് കണ്ടിട്ട് കൊതിയായിരുന്നു. പക്ഷെ എന്ത് പ്രയോജനം? നമ്മുടെ ഇവിടെ നട്ടാലാവോ? ഇല്ല. സോ പിന്നെ the soil of a area or the location and the climate of that area will determine what type of plants should grow there. Clay soil and loamy soils are both suitable for growing wheat and gram. Wheat, gram and all will grow in clay soil and clay and loamy soils are. Loamy soilum അതുപോലെ തന്നെ നമ്മുടെ ക്ലേ സോയിലും വീറ്റും പിന്നെ അതുപോലെ തന്നെ ഗ്രാം ഒക്കെ നന്നായിട്ട് വളരും. പാഡി റിക്വയർസ് സോയിൽസ് റിച്ച് ഇൻ ക്ലേ ആൻഡ് ഓർഗാനിക് മാറ്റർ. പാഡി മീൻസ് നെല്ല് വളരാൻ എങ്ങനത്തെ മണ്ണാണ് ആവശ്യം? പാഡി റിക്വയർസ് സോയിൽ റിച്ച് ഇൻ ക്ലേ ആൻഡ് ഓർഗാനിക് മാനുവർ. ഓർഗാനിക് മാറ്റർ ഒക്കെയുള്ള അതുപോലെ എന്താ സോയിൽസ് റിച്ച് ഇൻ ക്ലേയും ഒക്കെയുള്ള മണ്ണിലാണ് നമ്മുടെ നെൽകൃഷി നടത്തുന്നത്. പണ്ടൊക്കെ നിങ്ങൾ കണ്ടിരുന്ന പാടങ്ങൾ കണ്ടിട്ടുണ്ടാകും അല്ലേ? പാടങ്ങളിലാണ്, അതായത് നിരന്ന് കിടക്കുന്ന പാടങ്ങളിലാണ് സാധാരണ നെൽകൃഷി നടത്തുന്നത്.
with a good capacity to retain water. ഈ പറയുന്ന ക്ലേ സോയിലും ലോമി സോയിലും ഒക്കെ നല്ലപോലെ വെള്ളം ഉണ്ടാവും. പക്ഷെ സാൻഡ് സോയിലൊന്നും വളരാൻ പറ്റത്തില്ല. For pulses, loamy soil is that drain water easily at best. So pulses like നമ്മുടെ എന്താ പറയുന്ന ഡാൾസ്, ഡാൽ എന്ന് പറഞ്ഞാൽ പരിപ്പ് വർഗ്ഗങ്ങളില്ലേ, ഈ പരിപ്പൊക്കെ എന്ത് എങ്ങനെയാണ് ലോമി സോയിലാണ് നന്നായിട്ട് വളരുന്നത്. For cotton, sandy loam or loam that has more sand is best. It can hold air but water can drain through it easily. പക്ഷെ കോട്ടൺ ഇങ്ങനത്തെ ക്ലേ സോയിലൊക്കെ കോട്ടൺ വളരുമോ? ഇല്ല. ഇറ്റ് വിൽ നോട്ട് ഗ്രോ പ്രോപ്പർലി, ബട്ട് ഇറ്റ് നീഡ് സാൻഡി സോയിൽ ബിക്കോസ് ഇറ്റ് വിൽ കീപ് ദ എയർ there or it will trap the air but it will not keep the water much. അപ്പൊ കോട്ടൺ പ്ലാന്റിനൊക്കെ അങ്ങനത്തെ ഒരു മണ്ണാണ് ആവശ്യം. So once again, clay and loamy soils are suitable for growing wheat and grams. Then paddy needs more water, so paddy will grow in clay and clay soil. Then pulses will grow in loamy soils and cotton will grow in sand soils. Next, soil as a natural resources. A natural resource is anything that comes from the earth that is used by us. So soil is our most important natural resources. It is useful to us in many ways. Soil നമുക്കറിയാം ഒരു natural resource ആണ്. What is the meaning of natural resources? Natural resources means the resource that we get from the earth. നമ്മുടെ ഭൂമിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന, ഭൂമിയിൽ നിന്ന് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്ന റിസോഴ്സുകളാണ് നാച്ചുറൽ റിസോഴ്സസ്. വാട്ടർ, എയർ, പ്ലാന്റ്സ്, ഇതെല്ലാം നമുക്ക് ഭൂമിയിൽ നിന്ന് നാച്ചുറൽ ആയിട്ടുണ്ടായിട്ട് നമുക്ക് കിട്ടുന്നതാണ് അല്ലേ. അപ്പം സം അതർ ഓർഗാനിക് റിസോഴ്സസ് എന്ന് പറയുമ്പം കെമിക്കൽ റിസോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ഇപ്പൊ കുറേ മിനറൽസ് നമുക്ക് ഭൂമിയിൽ തന്നെ കിട്ടുന്നു, ദാറ്റ് ഈസ് നാച്ചുറൽ റിസോഴ്സസ്. നമ്മൾ സ്വന്തമായിട്ട് വേറെ മെത്തേഡുകളൊക്കെ ഉപയോഗിച്ച് ലബോറട്ടറിയിലൊക്കെ ഉണ്ടാക്കുന്ന മിനറൽസിനാണ് നമ്മൾ കെമിക്കൽ മിനറൽസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സോയിൽ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നാച്ചുറൽ റിസോഴ്സസ്. സോയിൽ, വാട്ടർ, അതെല്ലാം നന്നായിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ സോയില്, എയർ, വാട്ടർ ഇതെല്ലാം നാച്ചുറൽ റിസോഴ്സസ് ആണ്. And it is useful in many ways. First one, we depend upon the soil for food, clothing and shelter. ഞാൻ പറഞ്ഞ പോലെ ക്ലാസ്സിന്റെ ബിഗിനിങ് പറഞ്ഞ പോലെ, if there was no soil, we would not have been there. നമ്മൾ ഉണ്ടാകുമായിരുന്നില്ല soil ഇല്ലായിരുന്നെങ്കിൽ, because there wouldn't have been any plant. If there is no soil, there wouldn't have been no plants, any plant. And when there is no plant, no other human beings or animals or nothing will be there. പ്ലാന്റ്സ് ഇല്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല. സോയിൽ ഇല്ലെങ്കിൽ പ്ലാന്റ്സ് ഇല്ല, പ്ലാന്റ്സ് ഇല്ലെങ്കിൽ വേറെ ഒന്നും ജീവനുള്ള ഒന്നും ഉണ്ടാകുമായിരുന്നില്ല. And we are depending upon the soil for clothing also. നമ്മൾ ഈ ലെസന്റെ ആരംഭത്തിൽ പറഞ്ഞായിരുന്നു, how we depend upon the soil for clothing, because most of the clothes are made from natural fibers like cotton, silk and woolen. And we know that cotton will grow on the ground, on the soil. If there is no soil, no cotton plant will be there. And wool we get from the sheep and all, sheep, yak and all. And these sheep are fed on grass. If there is no grass, there would be no sheep. Okay. Next, silk also. Silkworms eat mulberry leaves, green leaves. And if there is no soil, there would be no plants and no leaves. And there would be no silkworms also. So natural clothing will depend upon the soil. Okay. Next, we can much of our clothing, such as cotton and wool, can be traced to the soil. Plants also provide us with medicine, fuels, paper, and wood, which is used in making furniture and for constructing houses. If there is no soil, will there be any house? No, there will be no house at all, because there will be no plants. We will not get any furniture. Then we will not get any bricks and all if there is no soil. And
plant, if there is no plants, we will not have any medicines. Many plants are providing medicine for that. Medicinal plants are there, isn't it? ഒരുപാട് medicinal plants ഉണ്ട് ഇല്ലേ ഫേത്തെ? പ്ലാന്റ്സ് ഇല്ലെങ്കിൽ നമുക്ക് മെഡിസിൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുറേ രോഗങ്ങൾക്ക് നമ്മൾ പ്ലാന്റിൽ നിന്നാണ് മെഡിസിൻസ് ഉണ്ടാക്കുന്നത്. അപ്പം പ്ലാന്റ്സ് പ്രൊവൈഡേഴ്സ് മെഡിസിൻസ്, ഫുഡ്, ക്ലോത്തിങ്, ദെൻ ഫ്യൂവൽ, ഇന്ധനം. അതായത് നമ്മൾ പഠിച്ചു ഫോസിൽസിനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമുക്കറിയാം പഴയ കാലത്തെ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ മരണപ്പെട്ട പ്ലാന്റ്സ് അല്ലെങ്കിൽ അനിമൽസ് അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിന്റെ ഒക്കെ ബോഡി ഭൂമിയിലേക്ക് താന്ന് അങ്ങനെ അടിഞ്ഞ് അതിൽ നിന്ന് ക്രമേണ ഗ്രാജുവലി, നോട്ട് വിതിൻ 1 or 2 years, ഇറ്റ് വിൽ ടേക്ക് thousands of years to form the fuels and all. അങ്ങനെ ഫ്യൂൽസ് ഉണ്ടായിട്ടാണ് നമ്മൾ ഇന്ന് ഫ്യൂൽസ് ഉപയോഗിക്കുന്നത് അല്ലേ? ഓക്കെ. പിന്നെ പേപ്പർ, വി നോ ദാറ്റ് പേപ്പർ ഇസ് മെയ്ഡ് ഫ്രം പ്ലാന്റ്സ്, wood, send it, and provide us with the medicines, fuel, paper and wood which is used to make furniture and constructing houses. ഇതെല്ലാം നമുക്ക് പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്നത്. And if there is no soil, will there be any plant? No. അപ്പൊ പ്ലാന്റ് ഇല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും നമുക്ക് കിട്ടൂല. ഫുഡ് മാത്രമല്ല കിട്ടാത്ത, ഫുഡ് ഇല്ലെങ്കിൽ എന്തായാലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല അല്ലേ? If there is no plant, we will not get oxygen. ഓക്സിജനെ കിട്ടത്തില്ല. പിന്നെ നമുക്ക് ഫുഡില്ല, വീടുണ്ടാക്കാൻ പറ്റില്ല. ഷെൽട്ടറൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നേ? മരങ്ങളില്ലെന്നൊരിയില്. സോ ഒന്നും ഉണ്ടാകുമായിരുന്നില്ല. നെക്സ്റ്റ് എന്തായി അവന്മാർ രണ്ടും കൂടെ വീഡിയോ ഒക്കെ ഓഫ് ആക്കിയത്? ഷോൺ ആൻഡ് ഫെയ്ത്ത്, ഇപ്പം വീഡിയോ ഓൺ ആയിട്ടുണ്ട്. രണ്ടാമത്തെ വീഡിയോ നേരത്തെ ഓൺ ആയിരുന്നു. അല്ല, ഇപ്പൊ പോയായിരുന്നു. രണ്ടുപേരുടെയും വീഡിയോ ഇപ്പായിരുന്നു. ആൻമരിയ മാത്രം അങ്ങനെയുണ്ട്. ഓക്കെ. We depend upon the soil for minerals. So first one is we depend upon the soil for food, clothing and shelter and medicine and all. Next, second one is we depend upon the soil for the minerals. മിനറൽസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ സോയിലിനെ ആശ്രയിക്കും. നമ്മൾക്കറിയാം, വി സ്റ്റഡിഡ് ദാറ്റ് ദർ ആർ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് മിനറൽസ് ഇൻ റോക്സ്. സോ ഈ റോക്സ് നമുക്കറിയാം, റോക്സ് ബ്രേക്ക് ചെയ്തിട്ടാണ് സോയിൽ ഉണ്ടാകുന്നത്. സോ ഓട്ടോമാറ്റിക്കലി ദ മിനറൽസ് വിച്ച് വെർ ദർ ഓൺ ദി റോക്സ് വിൽ ബി ഇൻ ദ സോയിൽ ഓൾസോ. ആൻഡ് വി നോ ദാറ്റ് all these minerals are useful to us, especially like iron, gold, silver and all we get from the soil only. സിൻഡിറ്റ് മണ്ണിൽ നിന്നാണ് നമുക്ക് ഇതൊക്കെ കിട്ടുന്നത്. ആൻഡ് ഇതൊന്നും ഇല്ലെന്നൊരു നമുക്ക് ജീവിതം എത്ര കഷ്ടപ്പാടുള്ളതായിരുന്നു അല്ലേ? അപ്പം we depend upon the soil for minerals. Industries use the minerals dug out from the earth to extract metals such as iron, gold, silver, etc. കോപ്പർ, ഇതെല്ലാം നമുക്ക് കിട്ടുന്നത് ഈ മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുന്നതാണ്. അപ്പം മണ്ണില്ലെന്നൊരു പിന്നെ ഇതൊന്നും കിട്ടത്തില്ല, ഒരു ഫാക്ടറി ഉണ്ടാകത്തില്ല, നമുക്ക് ടൂൾസ് ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. ആൻഡ് ഫോർ യൂസ് ഇൻ തൗസൻഡ്സ് ഓഫ് ഇൻഡസ്ട്രീസ് ദാറ്റ് പ്രൊഡ്യൂസ് വേരിയസ് യൂസ്ഫുൾ തിങ്സ് ഫോർ us. അതുകൊണ്ട് നമുക്ക് വളരെ അല്ലെങ്കിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം ഫാക്ടറിയിൽ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇഫ് ദർ ഇസ് നോ സോയിൽ വി വുഡ് നോട്ട് ഹാവിങ് ഗെറ്റിംഗ് എനി മിനറൽസ്. Minerals such as coal, petroleum and natural gas obtained from the soil provide us with the fuel and many other useful things. Not only this type of metals, metal allata minerals ഉണ്ട്, like petroleum, diesel and all. Petrol, പിന്നെ ഗ്യാസ്, നാച്ചുറൽ ഗ്യാസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് നമ്മൾ പഠിച്ചു. അതെങ്ങനെ ഉണ്ടാകുന്നേ? കുറേ വർഷങ്ങൾക്ക് മുന്നേ ചത്തുപോയ ആ ജീവികളുടെ ശരീരത്തിൽ നിന്ന് അത് ഭൂമിയിലേക്ക് അടിഞ്ഞിട്ട് പിന്നെ കാലക്രമേണ ഫോസിൽ ആകുന്നത്, അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഈ പറയുന്ന ഫ്യൂൽസ് ഒക്കെ ഉണ്ടാകുന്നത്. സോ ഇപ്പം നമുക്ക് അല്ലാതെ നമ്മൾ ഈ പറയുന്ന LPG ഒക്കെ നമുക്ക് കടലിൽ നിന്നൊക്കെ കുഴിച്ചെടുത്ത് വെച്ച് പിന്നെ അത് വേർതിരിച്ച് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ലിക്വിഡ്, അതായത് LPG ഗ്യാസ്, ലിക്വിഡ് പെട്രോളിയം, ആ രീതിയിലേക്ക് ആക്കുന്നുണ്ട്. ആൻഡ് we depend on the soil for clay, which is a raw material used to make bricks, tiles, pottery and porcelain. അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റാച്യൂസ് ഒക്കെ ഉണ്ടാക്കുന്നതിന്, പോട്ടറി ചട്ടികളൊക്കെ ഉണ്ടാക്കുന്നതിന്, പിന്നെന്താ പറയുന്നത്, ബ്രിക്സ് ഇഷ്ടികൊക്കെ ഉണ്ടാക്കുന്നതിന്, ടൈൽസ് ഒക്കെ ഉണ്ടാക്കുന്നതിനൊക്കെ. ടൈൽസ് എന്ന് പറയുമ്പോൾ ഓടാണ് ഉദ്ദേശിക്കുന്നത്, നിലത്തിരുന്ന ടൈലല്ല, വീടിനൊക്കെ മേൽക്കൂരിക്ക് ഓടിയെടുക്കുകയല്ല, അങ്ങനെയുള്ളതിനൊക്കെ നമുക്ക് സോയിൽ ഈസ് യൂസ്ഫുൾ. Next, we depend upon the soil for water that seeps
into the soil is stored underground as a subsoil water. We use this water for drinking and other purposes. We know that when it rains, a good amount of water will be absorbed in the soil. So this water will be stored in a well or something like that. And we take water for our daily uses from the wells, ponds, rivers and all. നമുക്കറിയാവുന്ന കാര്യം അതാണ്. മഴ പെയ്ത് കഴിയുമ്പോൾ വെള്ളം ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങും. അത് ഉറവകളിലൂടെ വന്ന് നമ്മുടെ കിണറിലും തോട്ടിലും പുഴയിലും ഒക്കെ എത്തുന്നത്. ആ വെള്ളമാണ് നമ്മൾ ഡ്രിങ്കിങ് വാട്ടർ ആയിട്ട് ഉപയോഗിക്കുന്നത്. So if there is no soil, what would have happened? There would be no drinking water also. We never used to drink rainy water. നമ്മൾ ഒരിക്കലും മഴവെള്ളം കുടിക്കാറില്ല. പക്ഷെ ഈ മഴവെള്ളമാണ് മണ്ണിനടിയിലൂടെ അരിച്ച് കിണറിന്റെ ഒക്കെ ഉറവുകളിലേക്ക് എത്തി നമ്മൾ ആ വെള്ളം കുടിക്കുന്നത്. എന്തുകൊണ്ടാണ് കിണറ്റിലെ വെള്ളം ശുദ്ധമാണെന്ന് പറയുന്നത്? മഴവെള്ളം ശുദ്ധമല്ല, പക്ഷെ ദ വാട്ടർ ഇൻ ദ വെൽ ഈസ് വെരി പ്യൂരിഫൈഡ് എന്ന് പറയാൻ കാരണം എന്താണ്? മണ്ണിന്റെ അടുക്കുകളിലൂടെ അരിച്ചിറങ്ങും. അങ്ങനെ അരിച്ചിറങ്ങുമ്പോൾ അതിലെന്തെങ്കിലും കീടാണുക്കളോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആ മണ്ണിൽ തങ്ങി നിൽക്കുകയും ശുദ്ധമായിട്ടുള്ള ജലമാണ് താഴോട്ട് പോകുന്നത്. അത് ഉറവുകളിലൂടെ നമ്മുടെ കിണറിൽ എത്തുകയും ചെയ്യുന്നു. So these are the points for what are the reason for what we are depending upon the soil. First one, so if there is no soil, we would have no plants, and if there is no plants, we would have have got no air, no food, no clothing and all. And next we would not have got any medicines and all, paper, like that way. Then another thing, soil will provide us minerals like iron, gold, silver and all, because all these metals are derived from എന്തോ മോനെ മനസ്സിലായില്ല പറഞ്ഞ ഫെയ്ത്ത്? മിസ്, എനിക്ക് ഇത്രയും സമയം സ്റ്റക്ക് ആയിട്ടായിരുന്നു കേട്ടോണ്ടിരുന്നത്. അതെയോ? വാട്ട് അബൌട്ട് യു ഷോൺ? കേൾക്കുന്നുണ്ടായിരുന്നു? ഷോണോട് സ്റ്റക്കാ. ആൻമരിയ കേൾക്കുന്നുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു അല്ലേ? വീഡിയോ സ്റ്റക്ക് ആയിരുന്നു അല്ലേ? എന്തായാലും അറിയില്ല അങ്ങനെയൊന്ന് റെക്കോർഡിങ്ങിൽ എന്തായി തീരും അറിയത്തില്ല. നോക്കട്ടെ ഇത് കഴിയുമ്പോൾ. ഓക്കെ. പിന്നെ നമ്മൾ വി ഡിപ്പെൻഡ് അപ്പോൺ ദി മിനറൽസ്. ഇപ്പം മണ്ണിലൊക്കെ അടങ്ങിയിരിക്കുന്ന മിനറൽസ് ഒക്കെ നമ്മൾ അതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുത്ത് പിന്നെ നമ്മൾ റിഫൈനറി കൊണ്ടുപോയിട്ട് റിഫൈൻ ചെയ്തൊക്കെ എടുത്തിട്ട് നമ്മൾ മെറ്റൽസ്, അത് ഇൻഡസ്ട്രീസ് എല്ലാം നിലവിൽ ഓടുന്നത് അങ്ങനെയാണ്. നെക്സ്റ്റ് വൺ ഈസ് വി ഡിപ്പെൻഡ് അപ്പോൺ സോയിൽ ഫോർ ദ വാട്ടറിന് വേണ്ടിയിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. വാട്ടർ നമുക്കറിയാം, മഴവെള്ളം നേരെ അങ്ങോട്ട് പോകുന്നു, മണ്ണിനടിയിലേക്ക് പോകുന്നു. അപ്പോൾ മണ്ണുണ്ടെന്നൊരിൽ നേരെ അങ്ങോട്ട് പോകുള്ളൂ. എന്നിട്ട് അത് അവിടെ സ്റ്റോർ ചെയ്തിട്ട് കുടിവെള്ളമായിട്ട് നമുക്ക് നല്ല ക്ലീൻ ചെയ്ത് പ്യൂരിഫൈ ചെയ്ത് കിണറ്റിലേക്കും തോട്ടിലേക്കും പുഴയിലേക്കും ഒക്കെ എത്തുന്നത്. ഓക്കെ, ദീസ് ആർ ദ പോയിന്റ്സ് അബൌട്ട് soil. Now if you have any doubts you can ask. എന്തെങ്കിലും ഉണ്ടാ? ഫെയ്ത്തെ നോട്ടൊക്കെ എവിടെ? ആൻമരിയുടെ നോട്ട് എന്ത് ചെയ്യും? ആൻമരിയ നോട്ടൊക്കെ എവിടെയാ? അയച്ചോ? അതിന്റെ ഫെയ്ത്ത് നോട്ട് അയച്ചോ? ഇല്ല. എന്തേ? ഞാനന്ന് കഴിഞ്ഞ സാറ്റർഡേ എനിക്ക് നോട്ട് അയച്ചു തന്നെന്ന് പറഞ്ഞല്ലോ നിങ്ങളോട്. വൈ യു ഡിഡ് നോട്ട് സെൻഡ് ദ നോട്ട്? എനിവേ തേഴ്സ്ഡേ ഇനി ക്ലാസ് ഇല്ലല്ലോ. തേഴ്സ്ഡേ എല്ലാം എഴുതിയിട്ട് മൊത്തം എഴുതിയിട്ട് നോട്ടുകൾ അയച്ചു തരണം കേട്ടോ. ദർ ഇസ് നോ എക്സ്ക്യൂസ് ഫോർ ദാറ്റ് അഗൈൻ. ആൻമരി ഓൾസോ. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യാം.
First question, choose the correct answers. Humus and the smallest particles of rock form the dash. A horizon, B horizon, C horizon, bedrock. Humus. ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ മൂന്നാളും. എന്നിട്ട് ആൻസർ പറഞ്ഞേ. ആൻമേരി മ്യൂട്ട് ചെയ്തു. ആൻമേരിയുടെ ഫോണിൽ നിന്ന് സൗണ്ട് വരുന്നുണ്ട്. പിന്നെ ഷോണിന്റെയോ? ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ എന്താണ്? കേട്ടില്ല. The smallest particle of rock form the dash. ഒരു കാര്യം ചെയ്താൽ മതി, ഞാൻ വാട്സപ്പിൽ അയച്ചു തരാം. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെ വിൽ സെൻഡ് ദ നോട്ട്സ് ഇൻ വാട്സപ്പ്. ഓക്കെ നമ്മൾ സെമസ്റ്റർ 2 ഫസ്റ്റ് ലെസൺ തുടങ്ങാം. ലെസൺ നമ്പർ 11. നമുക്ക് സമയമില്ല കളയാൻ, അതുകൊണ്ടാണ് കേട്ടോ. ടേക്ക് പേജ് നമ്പർ 117. റെസ്പിറേഷൻ. What is the meaning of respiration? Respiration means breathing. Breathing in and breathing out is known as a respiration. We all breathe, isn't it? We are not at all aware that we are breathing, even though we forget. Means we are without our acknowledgement. നമുക്ക് നമ്മുടെ അറിവില്ലാതെ തന്നെ നമ്മൾ ബ്രീത്ത് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ രാത്രി ഉറങ്ങുമ്പോൾ നമ്മൾ അറിയുന്നുണ്ട് നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ എത്ര കാര്യമായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു, അപ്പൊ നിങ്ങൾ അറിയുന്നുണ്ട് നിങ്ങൾ ബ്രീത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. ഇറ്റ് ഇസ് ആൻ ഓട്ടോമാറ്റിക് ഫംഗ്ഷൻ. വൺസ് വെൻ ഇറ്റ് ഈസ് സ്റ്റോപ്ഡ്, once this function is stopped, what will happen? Will be dead, isn't it? Okay, ശ്വാസം നിന്ന് പോയാൽ, ബ്രീത്തിങ് നിന്ന് പോയാൽ പിന്നെ നമ്മളെ പെട്ടിയിലാക്കി കൊണ്ടുപോയാൽ മതി അല്ലേ? ഓക്കെ. Does all the living things breathe? എല്ലാ living things breathe ചെയ്യാറുണ്ടോ? Of course, all the living things will breathe. We have already read that energy is released from digested food through the process of respiration. During this process, the nutrients of the digested food react with oxygen in the body cells to release energy. How do we get energy when we take food and all? നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ നല്ല ഉഷാറായിരിക്കും. ഇനി വിശന്നിരിക്കുകയാണെങ്കിലോ അയ്യോ ക്ഷീണമായിടാ മടുത്തു എന്ന് പറയും അല്ലേ? ആ സമയം നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴോ നല്ല ഉഷാറായി അല്ലേ? Okay, how it happens, after digestion എന്ത് സംഭവിക്കുന്നു? ഈ ഫുഡിൽ അടങ്ങിയിരിക്കുന്ന മിനറൽസ് എല്ലാം നമ്മുടെ ബോഡിയിലേക്ക് ആകുന്നു അല്ലേ? Then we will get energy. So the process of respiration, during this process, അതായത് റെസ്പിറേഷൻ പ്രോസസ്സിന്റെ സമയത്ത് the nutrients of digested food, നമ്മൾ കഴിച്ച ഫുഡിന്റെ എന്താ പറയുന്നത് ഡൈജഷൻ നടക്കും. അങ്ങനെ ഡൈജഷൻ നടന്നതിന് ശേഷം അതിലുള്ള ന്യൂട്രിയൻസ് will react with oxygen to provide energy. കഴിച്ച ഭക്ഷണം കഴിച്ചു പാടില്ല, ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ അതിന്റെ എന്താ പറയണ്ടേ നമ്മൾ കഴിച്ച ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന വിറ്റമിൻസ് അല്ലെങ്കിൽ പോഷകങ്ങളെല്ലാം നമ്മുടെ ബ്ലഡിലേക്ക് ഇടാതെ it will react with oxygen. ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യും. Then we will get energy. Respiration is the process of taking in oxygen, using it for release of energy by oxidation of food, and eliminating the waste products, carbon dioxide and water. Okay, what is respiration? Respiration is the process of taking oxygen in and എങ്ങനെ അത് യൂസ് ചെയ്യുന്നത്? taking in oxygen, using it for the release of energy by oxidation of food. ഫുഡിന്റെ ഓക്സിഡേഷൻ മൂലം നമ്മുടെ എനർജി ഉണ്ടാകുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ഓക്സിജനെ ഉള്ളിലേക്ക് എടുക്കുകയും വേസ്റ്റിനെ പുറന്തള്ളുകയും ചെയ്യുന്നു. Then what are the waste there? കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. സ്വെറ്റിങ്ങിലൂടെ വാട്ടർ പുറത്തു പോകും അല്ലെ? അപ്പം നമ്മുടെ ശരീരത്തിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുകയും കാർബൺ ഡൈ ഓക്സൈഡിനെയും വാട്ടറിനെയും പുറന്തള്ളുകയും അതുപോലെ തന്നെ
നമ്മുടെ നമ്മൾ കഴിച്ച ഫുഡിൽ നിന്നുള്ള എനർജി ശരീരത്തിന് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നതാണ് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. റെസ്പിറേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ടേക്കിംഗ് ഓക്സിജൻ യൂസിങ് ഇറ്റ് റിലീസ് ഓഫ് എനർജി ബൈ ഓക്സിഡേഷൻ. ചുറ്റുമുള്ള ഓക്സിജൻ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്നു, പിന്നെ വേസ്റ്റ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെയും വാട്ടറിനെയും പുറന്തള്ളുകയും ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. The two main processes of respiration are external respiration or breathing, that is taking in air rich in oxygen, inhalation, and giving out air rich in carbon dioxide, exhalation. അതായത് there are two main processes are there in respiration. One is to taking oxygen into the body, and another one is to breathing out the carbon dioxide from the body. രണ്ട് മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ് നടക്കുന്നത്. ഒന്ന് നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത്, ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുന്നത്. രണ്ടാമത്തെ പ്രൊസീജിയർ പുഷിങ് ഔട്ട് ദ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്നത്. അപ്പം ബ്രീത്തിങ് ഇൻ ആൻഡ് ബ്രീത്തിങ് ഔട്ട് ഈസ് നോൺ ആസ് എ റെസ്പിറേഷൻ. വാട്ട് ആർ ദ ടു പ്രൊസീജിയേഴ്സ് ഓഫ് or to process of respiration? Breathing in and breathing out. Okay. Internal respiration, അതായത് ഉള്ളിലേക്ക് റെസ്പിറേഷൻ ചെയ്യുന്നത് ഇന്റേണൽ എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക്. Or cellular respiration, that is using oxygen to break down food to release energy. Internal respiration occurs in the body cells. So നമ്മുടെ ഇന്റേണൽ റെസ്പിറേഷൻ നമ്മുടെ ബോഡി സെൽസിലാണ് നടക്കുന്നത്, ഉള്ളിലാണ് നടക്കുന്നത്. And in respiration, glucose molecules react with oxygen and break down into carbon dioxide and water to release energy. The chemical reaction involved in respiration is summarized. So here, നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള നമ്മൾ കഴിച്ച ഫുഡിൽ നിന്നുണ്ടാകുന്ന ഗ്ലൂക്കോൾ മോളിക്യൂൾസുമായിട്ട് റിയാക്ട് ചെയ്ത് ഓക്സിജനും കൂടി ആയിട്ട് പിന്നെ ഇറ്റ് വിൽ ബ്രേക്ക് ഡൗൺ ദ കാർബൺ ഡൈ ഓക്സൈഡ്. എന്നിട്ട് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് പുറന്തള്ളുന്നു. ആൻഡ് ദ ഇക്വേഷൻ ഇസ് റിട്ടേൺ ദർ. ഗ്ലൂക്കോസ് പ്ലസ് ഓക്സിജൻ ഈസ് ഈക്വൽ ടു കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ പ്ലസ് എനർജി. നമ്മൾ ഗ്ലൂക്കോസ്, അതായത് നമ്മുടെ കഴിച്ച ഭക്ഷണത്തിലുള്ള ഗ്ലൂക്കോസ്, ആ ഗ്ലൂക്കോസ് പ്ലസ് ഓക്സിജൻ, നമ്മൾ ബ്രീത്ത് ചെയ്ത ഓക്സിജനും കൂടെ ചേരുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു, വാട്ടർ ഉണ്ടാകുന്നു. അത് രണ്ടും പുറത്തോട്ട് കളയേണ്ട സാധനങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും. പിന്നെ എനർജി ഉണ്ടാകുന്നു. Did you get the point? Glucose means here the food that we have eaten, digest ചെയ്ത ഫുഡ്, ആ കഴിച്ച ഫുഡ് പ്ലസ് ഓക്സിജൻ, അതിന്റെ കൂട്ടത്തിൽ ഓക്സിജൻ ചേരുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു, വാട്ടർ ഉണ്ടാകുന്നു, ആൻഡ് എനർജി ഓൾസോ. ഓക്കെ, നെക്സ്റ്റ് റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്. ഓക്കെ, എനിക്ക് തോന്നുന്നത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം അല്ലേ? കുറേ ഉണ്ടല്ലോ, നമ്മൾ അത് തുടങ്ങി വെക്കണ്ട, അത് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, പിന്നെ ബൈ ബൈ, വൈൻഡ് അപ്പ് ചെയ്യാം. We'll see in the next week. Okay, wish you a happy Christmas. Enjoy well.